സ്ഥിരമായിട്ട് കപ്പലിലും കടലിലും കിടക്കണ എന്നോട് കടലിലെ ബീച്ചിൽ പോവല്ലേ എന്ന് പറയുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലായില്ല. സംഭവം കപ്പലിലാണ് പണിയെടുക്കണമെങ്കിലും കടൽ വെള്ളത്തിൽ പോയാൽ തിരിച്ചു കിട്ടൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര വേളാങ്കണ്ണിക്കാണ്. എല്ലാവരും ഉണ്ട്. എല്ലാ പ്രാവശ്യം പോകുന്നത് പോലെ ഈ പ്രാവശ്യം ട്രെയിനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓഗസ്റ്റ് മാതാവിൻ്റെ മാസമായതുകൊണ്ട് മൊത്തത്തിൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് 2 മാസം മുന്നേ തന്നെ നമ്മൾ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂഡോയും കളിച്ച് കുറച്ച് പൈസയും കളഞ്ഞപ്പോൾ ഉറങ്ങാനുള്ള നല്ല ആവേശം കിട്ടി. നേരം വെളുത്തപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലുള്ള നാഗപട്ടണത്തെത്തി. ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലെത്തി നമ്മൾ നേർച്ചകളും പ്രാർത്ഥനകൾക്കായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും വേളാങ്കണ്ണിക്കാണോ ഗോവയ്ക്കാണോ വന്നതെന്നുള്ള ഡൗട്ട് എനിക്ക് തോന്നിയത്. എനിക്കെന്നല്ല, ഇവരെ കണ്ട എല്ലാവർക്കും അത് തോന്നി. സംഭവം നേർച്ച കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു വേഷത്തിൽ ഇവർ പുറത്തിറങ്ങിയത്. വേളാങ്കണ്ണിയിൽ ഒരുപാട് പള്ളികളുള്ളതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തുന്നതിന് കുറച്ച് സമയം വേണം. കാലത്ത് വന്ന് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം എടുത്തിട്ടാണ് വേളാങ്കണ്ണി യാത്ര നമ്മൾ പ്ലാൻ ചെയ്യാറ്. തിരുനാൾ സമയമായതുകൊണ്ട് തന്നെ പള്ളിയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിനെയും വഹിച്ചിട്ടുള്ള ഈ പ്രദക്ഷിണം കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. തീരെ വൃത്തി കുറഞ്ഞത് അതുപോലെ ഭയങ്കര റഷായിട്ടുള്ള ബീച്ചാണ് വേളാങ്കണ്ണി ബീച്ച്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലൊന്ന് വെള്ളത്തിൽ മുട്ടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ കടലിലും കപ്പലിലും ജീവിക്കണമെന്നുള്ള ധൈര്യത്തിലാണ് ഈ 2 അപ്പന്മാരും എൻ്റെ കൂടെ കടലിലേക്ക് ഇറങ്ങി വന്നത്. ഇവര് 2 പേരുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നതെന്ന് അവർക്ക് അറിയണ്ടായില്ല. കുറച്ചു നേരം കടലിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചു കയറി. അപ്പോഴാണ് 90 സെക്കൻഡ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ 1000 കിട്ടുന്നുള്ള ചലഞ്ച് കണ്ടത്. കാണേണ്ട താമസം 100 രൂപയും കൊടുത്ത് ഓടിച്ചെന്ന് തൂങ്ങിക്കിടന്നു. ഒരു 50 സെക്കൻഡ് ഹോൾഡ് ചെയ്തെങ്കിലും ഇപ്പൊ ജിമ്മിൽ പോകാത്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കാശ് പോയി. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള രീതിയിൽ 50 രൂപയും കൊടുത്ത് കുറേ റിങ് മേടിച്ച് എല്ലാവരും മാറി മാറി എറിഞ്ഞു. അതിലും ഒന്നും കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം നല്ലോണം ട്രെയിൻ ചെയ്ത് വന്ന് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ മോർണിംഗ് സ്റ്റാറിൽ സൺഡേ ഹോളി മാസിന് ചെന്നു. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മലയാളം കുർബാന നിർബന്ധമാണ്. എല്ലാ ഞായറാഴ്ച 9 മണിക്ക് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ മലയാളം കുർബാനയുണ്ട്. പള്ളി കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അതും കഴിഞ്ഞ് ഈ ഈശോയുടെ രൂപത്തിന് മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് നമ്മൾ വേളാങ്കണ്ണി യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള വേളാങ്കണ്ണി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് വണ്ടർ വിത്ത് നിധി.